പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക കൃഷി ചെയ്തിരുന്നതാണ് കാണിക്കുന്നത് വീഡിയോയിൽ. അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് സ്ഥലത്താണ് ഇങ്ങനെ കൃഷി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല കുറച്ച് കാടൊക്കെ ആയിട്ടുണ്ട്. മുന്നേ പയർ പാവലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഒരുപാട് വിളവെടുത്തിട്ടൊക്കെ ഉള്ളതാണ്. നമ്മൾ പുറത്തുമൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം പക്ഷേ അതൊന്നും ഇല്ല. ഇപ്പോൾ ഈ കോവലിൻ്റെ തന്നെ വള്ളി ഒരുപാടുണ്ടായിരുന്നു, നിറയെ കായ്ച്ചിട്ടുണ്ട്. നമ്മൾ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ എടുക്കും, അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വള്ളി മാത്രമേ ഉള്ളൂ അതിനകത്ത്. ബാക്കിയെല്ലാം ഇങ്ങനെ നശിച്ചൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനിടയ്ക്കും ചുറ്റും ഒത്തിരി കാടൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ അതൊക്കെ ഒന്ന് ഇനി ഉടനെ തന്നെ വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യണമെന്നൊക്കെയാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കറിക്ക് ആവശ്യമായ കോവയ്ക്കാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. അത്യാവശ്യം ഇങ്ങനെ പടർന്ന് കിടക്കുന്നെങ്കിലും ഇതിനകത്ത് നിറയെ അത്യാവശ്യം കോവയ്ക്കുകളൊക്കെ ഉണ്ട്. നമുക്കിത് എടുക്കുമ്പം കാണാൻ പറ്റും. ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ പടർന്ന് കിടക്കുന്നതുകൊണ്ടാണ് നമുക്കതിൽ വലുതായിട്ട് അറിയാൻ പറ്റാത്തത്. എങ്കിലും നന്നായിട്ട് പിടിക്കുന്ന ഒന്ന് തന്നെയാണ് കോവയ്ക്ക. നമുക്ക് വലിയ പരിചരണമൊന്നുമില്ലാതെ നട്ടു വളർത്താൻ പറ്റുന്നൊരു കൃഷി തന്നെയാണ്. കോവലിൻ്റെ നല്ല കട്ടിയുള്ള വള്ളിയിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഒരുപാട് പിടിക്കും, നല്ല രീതിയിൽ കായ്ക്കും. പിന്നെ വലിയ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിന് വേണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇതിന് നമ്മൾ പിന്നെ കോഴിവളമൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം സ്ഥിരമായിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം ഒത്തിരി ഒന്ന് പടർന്നു വരുന്നവരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കോഴിവളം ഇടുമ്പോൾ നല്ല ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഉറപ്പായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇപ്പോൾ നല്ല കോവയ്ക്കാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വലിയ കേടുകളും കാര്യങ്ങളും ഒന്നും വരില്ല. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കിട്ടും വിളവെടുപ്പ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ ആരും മറക്കരുത്.